ഡിവൈഎസ്പിമാരുടെ സ്ഥലം മാറ്റ പട്ടിക മടക്കി മുഖ്യമന്ത്രി. ഇന്റലിജൻസ് കുഴപ്പക്കാരെന്ന് കണ്ടെത്തിയവരെ നിയമിക്കില്ല. പോലീസിൽ ഉന്നതതല മാറ്റത്തിനും സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് നിലപാട് കടുപ്പിച്ചത്. സ്ഥലം മാറ്റങ്ങൾ ചില നേതാക്കളുടെ മാത്രം താൽപര്യം പരിഗണിച്ചാണെന്ന് CPIM സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനമുയർന്നിരുന്നു. അരുൺരാജ് കൊല്ലത്തുനിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി, അതിന് പിന്നാലെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വലിയ തോതിലുള്ള വിമർശനങ്ങൾ, അത് പോലീസിനെ സംബന്ധിച്ച് തന്നെ ഇടതുമുന്നണിക്കകത്ത് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതെല്ലാം പരിഗണിച്ചാണ് നിലവിൽ ആഭ്യന്തര വകുപ്പ് നൽകിയ സ്ഥലമാറ്റ പട്ടിക, അത് ഡിവൈഎസ്പിമാരുടെ മുതൽ മുകളിലോട്ടുള്ള സ്ഥലമാറ്റ പട്ടികയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ മടക്കി അയച്ചിരിക്കുന്നത്. ഈ ഡിവൈഎസ്പിമാരുടെ സ്ഥലമാറ്റ പട്ടികയിൽ നിലവിൽ CPIM സംസ്ഥാന സമിതിയിൽ ഉയർന്ന വിമർശനം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതനും പോലീസ് അസോസിയേഷനിലെയും അതുപോലെ തന്നെ പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇത് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ അതിർത്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാന പോലീസിന്റെ മൊറലിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഇത്തരം സ്ഥലമാറ്റങ്ങൾ നടക്കുന്നത് എന്ന വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഡിവൈഎസ്പിമാരുടെ നിലവിലുള്ള സ്ഥലമാറ്റ പട്ടിക മുഖ്യമന്ത്രി തിരിച്ചയച്ചിരിക്കുന്നത്. ഈ ഇന്റലിജൻസ് കുഴപ്പക്കാരെന്ന് കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെ അത് ക്രമസമാധാന ചുമതലയിലേക്ക് അടക്കം മാറ്റുന്നതിൽ വേണ്ടിയുള്ള കൂടിയാലോചനകൾ ശേഷമായിരിക്കും ഇനി നടത്തുക. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ശ്രേണിയിൽ തന്നെ മാറ്റമുണ്ടാകണമെന്ന ആവശ്യം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുഖ്യമന്ത്രി അനൗദ്യോഗികമായി തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പോലീസ് സേനയിൽ സമൂലമായ ഒരു മാറ്റം, സമൂലമായ അഴിച്ചുപണിക്ക് തന്നെ തുടക്കമിടാൻ തന്നെയാണ് നിലവിൽ ഒരുങ്ങുന്നത്. വേണു, ശരി. അരുൺരാജാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.